കുട്ടികളുടെ മരണങ്ങളും രോഗങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടപ്പോഴാണ് കാരണം കഫ് സിറപ്പിലേക്ക് എത്തുന്നത്. ഈ ദുരന്തത്തിൽ മരണസംഖ്യ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ടാഴ്ചക്കിടെ മധ്യപ്രദേശിൽ 9 കുട്ടികളും രാജസ്ഥാനിൽ 2 കുട്ടികളും മരിക്കുന്ന സാഹചര്യം. വൃക്ക തകരാറിലായതിനെ തുടർന്നാണ് മരണമെന്നാണ് റിപ്പോർട്ടുകൾ. 1400-ലധികം ആളുകൾ നിരീക്ഷണത്തിൽ തുടരുകയാണ്. രാജ്യത്ത് ആദ്യമായിട്ടല്ല ഇത്തരത്തിൽ കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുന്നത്. നമുക്ക് പരിശോധിക്കാം ഇതിനു മുമ്പുണ്ടായിരുന്ന സംഭവങ്ങൾ എന്താണ്, കഫ് സിറപ്പിലൂടെ കുഞ്ഞുങ്ങൾക്ക് സംഭവിക്കുന്നത്, ഏതു തരം ആരോഗ്യ പ്രശ്നത്തിലേക്കാണ് ഇവർ നീങ്ങുന്നത്, കൃത്യമായ ചികിത്സിക്കാതെ ഇല്ലെങ്കിൽ ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ മരുന്ന് വാങ്ങി കൊടുക്കുന്നതിലെ അപകടം, ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങളെല്ലാം നമുക്ക് പരിശോധിക്കാം. ആദ്യത്തെ സംഭവം എന്ന് പറയുമ്പോൾ 2020-ൽ ഏറ്റവും അടുത്തുള്ള സംഭവങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. 2020-ൽ ഉധംപൂർ രാംനഗറിൽ നടന്നൊരു സംഭവമാണ്. അവിടെയും 11 കുട്ടികളാണ് അന്ന് കൊല്ലപ്പെട്ടിരുന്നത്. ഈ 11 കുട്ടികൾ കൊല്ലപ്പെട്ടതിന്റെ കാരണമായി പറയുന്ന ഒരു കാര്യം വിഷവസ്തുക്കൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അതായത് ആ സിറപ്പ് കുടിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ അപകടം സംഭവിച്ചത് എന്ന് മനസ്സിലാക്കി അതിൽ വിഷവസ്തു അടങ്ങിയിട്ടുണ്ട് എന്ന കണ്ടെത്തലായിരുന്നു അവസാനമുണ്ടായിരുന്നത്. ഡിജിറ്റൽ വിഷൻ ഫാർമസ്യൂട്ടിക്കൽ നിർമ്മിക്കുന്ന കോൾബസ് PC എന്ന ചുമയുടെ സിറപ്പ് കഴിച്ച 17 കുട്ടികളെയായിരുന്നു ആദ്യ സമയത്ത് ശാരീരിക അസ്വസ്ഥതകളെ തുടർന്നൊക്കെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നത്. ആ കുട്ടികൾക്കുണ്ടായിരുന്ന വൃക്ക സ്തംഭനത്തെ തുടർന്നാണ് ഈ 11 കുട്ടികളും മരിച്ചു. അതായത് ഈ വിഷവസ്തു സിറപ്പിൽ അടങ്ങിയതുകൊണ്ട് ഈ വൃക്ക സ്തംഭിക്കുകയും അതിനെ തുടർന്ന് കുട്ടികൾക്ക് മരണം സംഭവിക്കുകയുമായിരുന്നു എന്നുള്ള കണ്ടെത്തലുകൾ പിന്നീട് വരുന്നു. പിന്നീട് 6 കുട്ടികൾക്ക് ഗുരുതരമായിട്ടുള്ള ഈ രോഗം ബാധിച്ചു എന്നുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇതോടെയൊക്കെ നടത്തിയ അന്വേഷണത്തിലാണ് ഈ മരിച്ച കുട്ടികൾക്ക് ചുമയ്ക്കുള്ള ഈ ഒരു സിറപ്പ് ഉപയോഗിച്ചു എന്നുള്ള കണ്ടെത്തലുണ്ടായത്. പരിശോധനയ്ക്ക് അന്ന് തന്നെ അയച്ചിരുന്നു. അയച്ച സിറപ്പിന്റെ സാമ്പിളുകളൊക്കെ വിഷാംശമായിട്ടുള്ള ഡൈഥിലീൻ ഗ്ലൈക്കോളിന്റെ സാന്നിധ്യം ഉണ്ട് എന്ന് സ്ഥിരീകരിച്ചിരുന്നു. അങ്ങനെയാണ് എന്തുകൊണ്ടാണ് ഈ മരണം സംഭവിച്ചത്, വൃക്കയെ ബാധിച്ചിരിക്കുന്ന കാര്യം എന്താണ് എന്നൊക്കെയുള്ളതിൽ ഒരു റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് ഒരു സ്ഥിരീകരണം ഉണ്ടായത്. എന്നാൽ ഈ കുട്ടികളുടെ മരണം ചുമമരുന്ന് കഴിച്ചതിനെ തുടർന്നാണ് എന്നൊക്കെയുള്ള ആരോപണം അന്ന് തന്നെ ഈ ഡിജിറ്റൽ വിഷൻ ഫാർമസ്യൂട്ടിക്കൽസ് നിഷേധിക്കുകയും ചെയ്തിരുന്നു. മറ്റൊന്ന്, ആ സമയത്ത് ആരൊക്കെയാണ് ഇത് മനസ്സിലാക്കി റിപ്പോർട്ടിന് ശേഷം എന്ത് നടപടികളിലേക്ക് കടന്നു എന്നൊക്കെയുള്ളതാണ്. ഏതാണ്ട് 8 സംസ്ഥാനങ്ങൾ ഈ സിറപ്പിന്റെ വിൽപ്പന ആ ഘട്ടത്തിൽ നിർത്തിവെച്ചിരുന്നു. ഇതിന്റെ ഒരു ഗുണനിലവാര പരിശോധന അത് പരാജയപ്പെടുകയായിരുന്നു. തുടർന്നാണ് രാജസ്ഥാൻ, കർണാടക, മഹാരാഷ്ട്ര, ഗുജറാത്ത്, കേരളം അങ്ങനെ 8 സംസ്ഥാനങ്ങൾ ഏതാണ്ട് 2014-നും 2019-നും ഇടയിൽ ഇവരുടെ മരുന്നുകൾ നിരോധിച്ചിരുന്നു. ഒരു മരുന്ന് പോലും, സിറപ്പ് മാത്രമല്ല, ഈ ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ഉൽപ്പാദിപ്പിക്കുന്ന യാതൊരു മരുന്നുകളും ഉപയോഗിക്കേണ്ട എന്ന തീരുമാനത്തിലേക്ക് ഈ സംസ്ഥാനങ്ങൾ എത്തുകയായിരുന്നു. പിന്നീടാണ് ഈ ഡിജിറ്റൽ വിഷൻ ഫാർമസ്യൂട്ടിക്കൽസ് കമ്പനി ലൈസൻസ് റദ്ദാക്കിയത്. അതിനുശേഷമാണ് ഇതിന്റെ ഗുണനിലവാര പരിശോധനയിൽ അവർ പരാജയപ്പെടുന്നതും. അതായത് ഏതാണ്ട് 2019 സെപ്റ്റംബർ മുതൽ 2020 ജനുവരി വരെയുള്ള ഒരു സമയത്തായിരുന്നു കമ്പനി ഏതാണ്ട് 3400-ലധികം മരുന്ന് കുപ്പികൾ വിറ്റത്. അതായത് ഈ സിറപ്പുകൾ വിറ്റത് 60 മില്ലി ലിറ്ററാണ് ഒരു കുപ്പിയിൽ വരുന്ന അളവ്. രോഗി ഒരു തവണ 5 ഇല്ലെങ്കിൽ 6 മില്ലി ലിറ്റർ വീതം കഴിക്കുകയാണെങ്കിൽ, ഇല്ലെങ്കിൽ അങ്ങനെ കണക്കാക്കിയാൽ പോലും 10 മുതൽ 12 വരെ ഡോസ് അകത്ത് ചെല്ലുമ്പോഴേക്കും ഒരു രോഗി ഇല്ലെങ്കിൽ ആ കുഞ്ഞ് മരിക്കാനിടയാകും എന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ കമ്പനി അടപ്പിക്കേണ്ടി വന്നത്. അതിനുശേഷമാണ് ഗുണനിലവാര പരിശോധനയിൽ ഇവർ പരാജയപ്പെടുന്നത്. അതിന്റെ കാരണം സിറപ്പിൽ വിഷവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ട് എന്ന് കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു. അതിനുശേഷമാണ് നേരത്തെ പറഞ്ഞതുപോലെ 8ഓളം സംസ്ഥാനങ്ങൾ ഈ സിറപ്പിന്റെ വിൽപ്പന നിർത്തിവെച്ചത്. ഈ മരുന്ന് നിർമ്മാണ കമ്പനിയുടെ ലൈസൻസ് അങ്ങനെയാണ് താൽക്കാലികമായി റദ്ദാക്കപ്പെടുന്നതും. ഇത് പറയുമ്പോൾ അതിനു മുൻപ്, തൊട്ട് മുൻപത്തെ വർഷം മറ്റൊരു സംഭവം കൂടി ഉണ്ടായിരുന്നു. അതായത് ഈ 2019-ൽ ഇതുമായി ബന്ധപ്പെട്ട് മറ്റു ചില കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. ആ കേസുകളുമായി ഇതിനെ കണക്ട് ചെയ്തു. അപ്പോൾ വൃക്ക രോഗം കാരണം, ഇല്ലെങ്കിൽ വൃക്കയെ ബാധിക്കുന്ന ഒരു വിഷാംശം കാരണമാണ് എന്ന് അന്ന് തന്നെ തെളിയിച്ചതാണ്. അതുകൊണ്ട് കുറച്ചുകൂടി ഈസി ആയിരുന്നു ഈ സംഭവവുമായി ബന്ധപ്പെട്ട്. അതിനുശേഷമാണ് പിന്നീട് 2022-ൽ പശ്ചിമാഫ്രിക്കൻ രാജ്യത്ത് 66 കുട്ടികൾ മരിച്ചു എന്നുള്ള റിപ്പോർട്ട് വന്നത്. എനിക്ക് തോന്നുന്നു ഒരു കോവിഡിന്റെ സമയത്താണ് ഈ സംഭവം ഉണ്ടാവുന്നത്. അപ്പോൾ അവരുടെ ഗാംബിയ എന്ന സ്ഥലത്ത് കുഞ്ഞുങ്ങൾ ഇങ്ങനെ മരിക്കുന്നു. അതും ഈ കഫ് സിറപ്പുമായി ബന്ധപ്പെട്ടായിരുന്നു ആ വാർത്തകൾ വന്നിരുന്നത്. അവിടെയും ഇന്ത്യൻ കമ്പനിയുടെ മരുന്നായിരുന്നു വില്ലനായത് എന്നതാണ് അതിലെ ഒരു പ്രത്യേകത. ഈ മരുന്ന് കുട്ടികളുടെ വൃക്ക തകരാറിലാക്കി എന്നുള്ള UN റിപ്പോർട്ട് വന്നു. അത്
ലോകത്തിന്റെ ഫാർമസി എന്നൊരു ഇന്ത്യയുടെ ആ ഒരു പ്രതിച്ഛായയ്ക്ക് വലിയ പ്രഹരമേറ്റിരുന്നു എന്നുള്ളതാണ്. എല്ലാ ഭൂഖണ്ഡങ്ങളിലേക്കും പ്രത്യേകിച്ച് ആഫ്രിക്കയിലേക്കൊക്കെ മരുന്നുകൾ വിതരണം ചെയ്യുന്ന രാജ്യങ്ങളിൽ പ്രമുഖരാണ് ഇന്ത്യ എന്നതാണ് പ്രധാന കാര്യം. ഇനി എന്തായിരുന്നു ഗാംബിയ സംഭവം എന്ന് പരിശോധിക്കാം. ഗാംബിയയിൽ അന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 66 കുട്ടികളാണ് മരിച്ചത്. ഈ കുട്ടികൾ മരിക്കാൻ കാരണം വൃക്ക തകരാറിലായത് എന്ന കണ്ടെത്തലുണ്ടായി. അതിനുശേഷം കഫ് സിറപ്പാണ് ഇതിന് കാരണം എന്നുള്ളത് കണ്ടെത്തുന്നു. ആ കഫ് സിറപ്പിന്റെ നിർമ്മാതാക്കൾ മെയ്ഡൻ ഫാർമസ്യൂട്ടിക്കൽസ് ആണ്. മെയ്ഡന്റെ ആസ്ഥാനം ഡൽഹിയാണ്. ഡൽഹിയിൽ നിന്നാണ് ഈ ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ഈ മരുന്നുകളെല്ലാം കയറ്റി അയച്ചിരുന്നത്. അപ്പോൾ ഈ മെയ്ഡൻ ഫാർമസ്യൂട്ടിക്കൽസിനെതിരെ UN ഏജൻസിയുടെ ഉൾപ്പെടെ അന്വേഷണം അന്ന് നടന്നിരുന്നു. കമ്പനിയുടെ മെഡിക്കൽ ഉൽപ്പന്നങ്ങളുമായി മരണത്തിനു കാരണമായ ഗുരുതര വൃക്കരോഗത്തിനുള്ള ബന്ധം സ്ഥാപിക്കുന്ന റിപ്പോർട്ടുകളും അന്ന് വന്നിരുന്നു. അതുകൊണ്ട് തന്നെ അന്ന് തന്നെ അറിയാമായിരുന്നു ഈ കമ്പനിയാണ് എന്നുള്ളത്. പിന്നീട് ഗാംബിയയിലേക്ക് മാത്രമാണ് മെയ്ഡൻ ഈ സിറപ്പ് നിർമ്മിച്ച് കയറ്റുമതി ചെയ്തത് എന്നുള്ള കണ്ടെത്തലിനെ തുടർന്ന് മെയ്ഡൻ തന്നെയാണ്, അല്ലെങ്കിൽ മെയ്ഡൻ അയച്ച ഈ മരുന്നാണ് ഈ 66 കുട്ടികളുടെ മരണകാരണം എന്ന് കണ്ടെത്തി. മെയ്ഡന് ഡൽഹിയിൽ മാത്രമല്ല ഹരിയാനയിലെ കുണ്ട്ലിയിലും പാനിപ്പട്ടിലും ഒക്കെ ഇവർക്ക് നിർമ്മാണ പ്ലാന്റുകൾ ഉണ്ടായിരുന്നു. ഉൽപ്പന്നങ്ങൾ ഇവർ ഇന്ത്യയിൽ തന്നെ വിൽക്കുകയും ഏഷ്യ, ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക എന്നീ രാജ്യങ്ങളിലേക്കൊക്കെ ഇവർ കയറ്റുമതി ചെയ്യുകയും ചെയ്തിരുന്നു. ഈ മെയ്ഡന്റെ ഏതാണ്ട് 4ഓളം സിറപ്പുകൾ അനധികൃതമായി പല രാജ്യങ്ങളിലും ആ കാലത്ത് വിതരണം ചെയ്തിരുന്നു എന്നൊക്കെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഗാംബിയയിൽ മാത്രമേ ഈ പ്രശ്നം തിരിച്ചറിഞ്ഞിട്ടുള്ളൂ, ഇല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളൂ എന്നൊക്കെ ലോകാരോഗ്യ സംഘടന ആ സമയത്ത് കണ്ടെത്തിയിരുന്നു. മറ്റൊന്ന്, ഇതിൽ എന്താണ് ഉൾപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ്. ഡൈത്തലീൻ ഗ്ലൈക്കോൾ, എഥിലീൻ ഗ്ലൈക്കോൾ, ഇതിന്റെ സാന്നിധ്യമാണ് ഇതിൽ കണ്ടെത്തിയത്. ലോകാരോഗ്യ സംഘടന വരെ ഇടപെട്ട കാര്യമായിരുന്നു. വലിയ പഠനങ്ങൾ ഇതിനെക്കുറിച്ച് നടത്തി. കാരണം 66 കുഞ്ഞുങ്ങളുടെ ജീവനാണ്. അതും ഏതാണ്ട് ഈ പറഞ്ഞതുപോലെ ഇപ്പൊ നമുക്ക് 2 ആഴ്ചയിൽ 11 കുഞ്ഞുങ്ങളാണെങ്കിൽ ഏതാണ്ട് ഒരാഴ്ചയിൽ തന്നെ ഈ 66 കുഞ്ഞുങ്ങൾ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു. അപ്പം ഈ മെയ്ഡൻ കഫ് സിറപ്പിന്റെ ലബോറട്ടറി വിശകലനത്തിൽ ഈ ഡൈത്തലീനും എഥിലീനും അമിത അളവിലുണ്ട് എന്ന് സ്ഥിരീകരിച്ചു. അത് ലോകാരോഗ്യ സംഘടന അന്ന് തന്നെ പറയുകയുണ്ടായിരുന്നു. ഇത് വിഷാംശം ഉള്ളിൽ ചെല്ലുന്ന, ഇല്ലെങ്കിൽ വിഷാംശം ഉള്ളതാണ്, അത് ഉള്ളിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൃക്ക തകരാറിന് കാരണമാകും എന്നൊക്കെയുള്ള കണ്ടെത്തലുകൾ നടത്തിയിരുന്നു. ഒരുപക്ഷെ അതാകാം ഗാംബിയയിലെ കുട്ടികളുടെ മരണത്തിന് കാരണമായത്. ഈ ഡോക്ടർമാരില്ലാതെ നമുക്കറിയാം, ഈ 2 സംഭവങ്ങളും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, ഞാൻ ഈ സമീപകാലത്തുണ്ടായ ചില സംഭവങ്ങൾ എന്ന രീതിയിലാണ് ഈ 2 സംഭവം മാത്രം പറഞ്ഞുപോയത്. പക്ഷേ നമുക്കറിയാം, നമ്മളിപ്പോൾ ഡോക്ടർമാരുടെ നിർദ്ദേശമില്ലാതെ, അവരുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ മരുന്നുകൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് അത് എത്രത്തോളം വിനയാകും, ഇല്ലെങ്കിൽ എത്രത്തോളം അപകടകരമാണ് എന്നതിനെക്കുറിച്ച് ചിലർക്കെങ്കിലും ബോധമുണ്ട്. പക്ഷേ ഡോക്ടറിനെ കാണിക്കുക എന്നതിന് അപ്പുറത്തേക്ക് പോയി ഒരു സിറപ്പ് വാങ്ങിക്കൊടുക്കാം, ചുമയുണ്ട് ഇല്ലെങ്കിൽ പനിയുണ്ട്, ഒരു പാരസെറ്റമോൾ വാങ്ങിക്കൊടുക്കാം എന്ന് തീരുമാനിക്കുന്നിടത്താണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത് എന്നാണ് ഈ സംഭവം സൂചിപ്പിക്കുന്നത്. മറ്റൊന്ന്, ശരിയായ പരിശോധനകൾ മരുന്ന് കമ്പനികളിൽ നടക്കുന്നില്ല എന്നതാണ് ഇതിനൊക്കെ മറ്റൊരു കാരണം. എന്താണ്, അതായത് കൂടുതൽ അളവിൽ എന്ത് ഈ മരുന്നുകളിൽ ഉണ്ടോ അത് ഏത് തരത്തിലാണ് വൃക്കയെ ബാധിക്കുന്നത്, എങ്ങനെയാണ് പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ മരണപ്പെടുന്നത് എന്നതിന്റെയൊക്കെ ഉദാഹരണങ്ങളായിട്ട് ഇത് തുടരുന്നു. അതുതന്നെയാണ് ഇപ്പോൾ വീണ്ടും 2022 ഉണ്ടായതിന്റെ അതേ രീതിയിലാണ് ഇപ്പോഴും സംഭവിക്കുന്നത്. ഈ മരുന്ന് പുറത്തുനിന്ന് വാങ്ങി കഴിച്ചിട്ടുള്ള, ഇല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തിട്ടുള്ള ആളുകൾക്കാണ് ഇത് വന്നിരിക്കുന്നത്. മാത്രവുമല്ല, പ്രിസ്ക്രൈബ് ചെയ്യുന്ന മരുന്നുകൾ കൂടിയാണ് എന്നുള്ളതാണ്. ഡോക്ടർമാർ സർക്കാർ ആശുപത്രികളിൽ ഈ മരുന്നുകൾ ലഭ്യമാകുന്നു, ഇല്ലെങ്കിൽ മരുന്നുകൾ എഴുതി കൊടുക്കുന്നു എന്നുള്ളതാണ്. അപ്പം സർക്കാരിന്റെ ഒരു അനാസ്ഥ കൂടി അതിൽ വരുന്നുണ്ട്. കൃത്യമായ പരിശോധനയില്ലാതെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുന്നതാണോ എന്നുപോലും പരിശോധിക്കാതെ കുഞ്ഞുങ്ങൾക്ക് തോന്നിയതുപോലെ മരുന്ന് എഴുതി കൊടുക്കുക. അത് ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുമായിട്ടുള്ള എന്ത് ടൈപ്പിന്റെ ഭാഗമായിട്ടാണെങ്കിലും കുഞ്ഞുങ്ങളുടെ ജീവൻ നഷ്ടമാകുന്നു എന്നുള്ളതാണ്. എന്തായാലും ഈ ഇപ്പോൾ 2 ആഴ്ചയായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളുടെ കൂടുതൽ വിവരങ്ങൾ, ഒപ്പം തന്നെ ഇതിൽ എന്തൊക്കെയാണ് സംഭവിച്ചത്, എന്തൊക്കെ കണ്ടെത്തലുകളാണ് ഇതിൽ അന്വേഷണത്തിലൂടെ നടത്തിയിരിക്കുന്നത്, അന്വേഷണം എങ്ങനെ നടക്കുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ വിശദീകരിക്കും സജു തോമസ്. വ്യാജ മരുന്ന് ദുരന്തത്തിൽ മരണസംഖ്യ ഉയരുകയാണ്. മധ്യപ്രദേശ്, രാജസ്ഥാൻ സംസ്ഥാനങ്ങളിലാണ് ഇപ്പോൾ മരണസംഖ്യ ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് രാജസ്ഥാനിൽ 2 കുട്ടികളും മധ്യപ്രദേശിൽ 9 കുട്ടികളുമാണ് മരിച്ചിരിക്കുന്നത്. ചുമ, ജലദോഷം എന്നിവയ്ക്ക് ആശുപത്രിയിൽ പോവുകയും ആശുപത്രിയിൽ നിന്ന് ചുമയുടെ മരുന്ന് കഴിക്കുകയും ചെയ്ത കുട്ടികൾക്കാണ് ദേഹാസ്വാസ്ഥ്യവും തലയിറക്കവും ഉണ്ടാവുകയും തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തതോടെയാണ് സ്ഥിതി വഷളായിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ നിരവധി കുട്ടികളാണ് തീവ്രപരിചരണ വിഭാഗത്തിൽ ഇപ്പോൾ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. കെയ്മ ഫാർമ എന്ന കമ്പനിയുടെ മരുന്നുകൾക്കാണ് ഇത്തരം ഒരു പ്രശ്നം കണ്ടെത്തിയിരിക്കുന്നത്. രാജസ്ഥാനിലെ ഭരത്പൂർ, സിക്കാർ ജില്ലയിലാണ് കൂടുതൽ
മരണങ്ങൾ ഉണ്ടായിരിക്കുന്നത്. 2 മരണങ്ങളും ഈ 2 ജില്ലകളാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മധ്യപ്രദേശിലെ ചിന്ദ്വാഡ ജില്ലയിലാണ് 9 മരണങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 2 ആഴ്ചക്കിടെ 9 പേരാണ് മധ്യപ്രദേശിൽ മാത്രമായി മരിച്ചിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമൊക്കെയും ആഭ്യന്തര അന്വേഷണം സർക്കാരിന്റെ ഭാഗത്തുനിന്നും അതുപോലെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഭാഗത്തുനിന്നും അന്വേഷണവും മാർഗനിർദ്ദേശങ്ങളൊക്കെ ഇപ്പോൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. എന്തായാലും 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ചുമയുടെ മരുന്നുകൾ നൽകരുതെന്നുള്ള പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരമല്ലാതെ ചുമയുടെ മരുന്നുകൾ ഉപയോഗിക്കരുതെന്നുള്ള പ്രധാനപ്പെട്ട നിർദ്ദേശവും നൽകിയിരിക്കുകയാണ്. എന്തായാലും വ്യാജ മരുന്ന് ദുരന്തം അത് വലിയ രീതിയിൽ വിപത്തായി മാറിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് കൂടുതൽ സംസ്ഥാനങ്ങളിലേക്ക് ഈ മരുന്ന് എത്തിയിട്ടുണ്ടോ എന്നുള്ള ആശങ്ക ഇപ്പോൾ നിലനിൽക്കുകയാണ്. ഈ പശ്ചാത്തലത്തിലാണ് കെയ്മ ഫാർമയുടെ മരുന്നുകൾ ഉപയോഗിക്കുക എന്നുള്ള പ്രധാനപ്പെട്ട നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നേരത്തെയും ഈ കമ്പനിയെ ഗുണനിലവാരമില്ലാത്ത മരുന്ന് നൽകിയതിന്റെ പേരിൽ ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തിയിരുന്നു. വീണ്ടും ഈ മരുന്നുകൾ എങ്ങനെ വിപണിയിൽ എത്തി, പ്രത്യേകിച്ച് സർക്കാർ ആശുപത്രിയിൽ ഈ മരുന്നുകൾ എങ്ങനെ എത്തി എന്നതിൽ അതാണ് പ്രധാനപ്പെട്ട കാര്യം. സജു പറഞ്ഞതുപോലെ സർക്കാർ ആശുപത്രികളിൽ ബാൻ ചെയ്ത മരുന്നുകൾ വീണ്ടും എങ്ങനെ എത്തുന്നു, അവിടെ എന്താണ് സംഭവിക്കുന്നത്, എന്തുകൊണ്ട് പരിശോധനയില്ല, എന്തുകൊണ്ട് നടപടിയിലേക്ക് കടക്കുന്നില്ല എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്.